ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടുഡേസ് ക്ലാസ്. ഡിയേഴ്സ്, ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റിലെ അവസാന യൂണിറ്റിലെ അവസാനത്തെ പാഠമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ പേര് നിങ്ങൾ കാണുന്നത് പോലെ ദ ട്രയോ എന്നാണ്. എഴുതിയത് ആർ.കെ. നാരായണനാണ്. ഡിയേഴ്സ്, വി ഹാവ് ലേൺഡ് എ നറേറ്റീവ് ആൻഡ് എ പോയം. ഹാവിൻ ബി ഒരു കഥ പഠിച്ചു, ഒരു പോയം പഠിച്ചു. വാട്ട് ആർ ദ ഹാപ്പിനെസ് മെഷീൻ പതിക്കെ നമുക്കറിയാം, ഓർമ്മ ഉണ്ടാവും അതൊക്കെ. വാട്ട് ആർ ദ അബൌട്ട് എന്തിനെക്കുറിച്ചായിരുന്നു അത്? എന്താണ് ഈ യൂണിറ്റിൻ്റെ മെയിൻ തീം? എന്താണ്? വാട്ട്സ് ദ മെയിൻ തീം ഓഫ് ദിസ് യൂണിറ്റ്? ഐ തിങ്ക് യു റിമെമ്പർ ഹാപ്പിനെസ് ആണ്. അറിയാലോ, ദ ഹാപ്പിനെസ് മെഷീൻ നമുക്കറിയാം. അവസാനം അദ്ദേഹം കണ്ടെത്തുന്നത് കുടുംബാംഗങ്ങളിൽ നിന്ന്, വീട്ടിൽ നിന്നാണ് സന്തോഷം ഉണ്ടാവേണ്ടത് നമുക്കറിയുന്നതാണത്. ഇനി വാട്ട് അബൌട്ട് ക്യാൻ ഓഫ് ഫ്രണ്ട്സ് മേക്ക് എസ് ഹാപ്പി? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സുഹൃത്തുക്കൾ നമ്മളെ സന്തോഷിപ്പിക്കുമോ? ഡു യു റിമെമ്പർ യുവർ വെരി ഫസ്റ്റ് ഫ്രണ്ട്? ആദ്യത്തെ സുഹൃത്തിന് ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? വാട്ട് ഡു റിമെമ്പർ അബൌട്ട് ഹിം? എന്താ അദ്ദേഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നത്? വാട്ട് ക്വാളിറ്റി ഇൻ ഹിം അട്രാക്റ്റഡ് യു ദ മോസ്റ്റ്? എന്ത് ഗുണമാണ് നിങ്ങളെ കൂടുതൽ ആകർഷിച്ചത്? വാട്ട് ആർ തിങ്സ് ദാറ്റ് യു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്? സുഹൃത്തുക്കളുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുന്ന പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഷെയർ ചെയ്യുക? ഡു യു ഹാവ് പെറ്റി ഫൈറ്റ്സ് വിത്ത് യുവർ ഫ്രണ്ട്സ്? സുഹൃത്തുക്കളെ നിസ്സാരമായ കലഹങ്ങളും കച്ചറയൊക്കെ ഉണ്ടാവാറില്ലേ? രസമാണ് അല്ലേ? ഡിയർ ചിൽഡ്രൻ, it's very nice to talk about our friends, isn't it? Not only talking but also thinking about our friends. രസമല്ലേ? നമ്മളെ സുഹൃത്തുക്കളെ കുറിച്ചൊക്കെ ആലോചിക്കാൻ നല്ല രസമാണ്, സംസാരിക്കുന്നത് രസമാണ്. ഹിയർ ഇസ് ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ഓഫ് ദി ഫ്രണ്ട്സ്. നമ്മളിവിടെ കാണുന്നത് 3 സുഹൃത്തുക്കളെ കുറിച്ചുള്ള ഒരു രസകരമായ കഥയാണ്. ഓക്കെ ഡിയേഴ്സ്, ദ ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി ഇസ് ദ ട്രയോ ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ ബൈ ആർ.കെ. നാരായൺ. ദ ട്രയോ മീൻസ് 3 people considered as a unit. മൂവർ സംഘം എന്നൊക്കെയുള്ള അർത്ഥമാണ് ട്രയോക്കുള്ളത്. ഷാൾ വി സി ദ റൈറ്റർ ഫസ്റ്റ്? നോക്കല്ലേ, അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ. യു ക്യാൻ സീ ഹിം നൗ. സം ഇൻഫർമേഷൻ ഈസ് ദർ, സം പീസ് ഓഫ് ഇൻഫർമേഷൻ ആർ ദർ. യു ക്യാൻ റീഡ് യുവർ ഓൺ. നിങ്ങൾക്ക് വായിക്കാവുന്നതേ ഉള്ളൂ. ഇറ്റ് ഈസ് ദർ ഇൻ ദ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ ഡിയേഴ്സ്, നൗ ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി ഈസ് ദ ട്രയോ ആൻഡ് ദ റൈറ്റർ ഈസ് ആർ.കെ. നാരായൺ. യു നോ. Yes, what information do you get about the title, get from the title? എന്താണ് ഈ ടൈറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു സൂചന? എന്താ അതിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട്? ട്രയോ എന്ന് പറയും 3 ആളുണ്ട്, നമുക്ക് അത് ചെറിയ സൂചന ഉണ്ട് അല്ലേ? ഹൂ മേ ബി ദോസ് ഫ്രണ്ട്സ്? ആരാവോ അവർ? അല്ലെങ്കിൽ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആരായിരിക്കും 3 ആളുകൾ? വാട്ട് ഹാപ്പൻ ടു ദം? എന്തായിരിക്കും അവർക്ക് പറ്റിയിട്ടുണ്ടാവുക? ഡിയേഴ്സ്, ദ ട്രയോ എന്നുള്ള പാഠം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ നോവലായ സോമി ആൻഡ് ഫ്രണ്ട്സിലെ 2ാമത്തെ ചാപ്റ്ററിൻ്റെ പേരാണ്. അതിൻ്റെ യഥാർത്ഥ പേര് രാജമാൻമണി എന്നാണ്. ഈ ട്രയോൻ്റെ ഒരു ചെറിയൊരു മെസ്സേജ്, സോമി ആൻഡ് ഫ്രണ്ട്സ് വേറെ കുറേ കാര്യങ്ങളുണ്ട്. ദ ട്രയോ എന്നുള്ള അതിലൊരു മെസ്സേജ് ഹാപ്പിനെസ് ബന്ധങ്ങളിൽ നിന്നാണ്, മറ്റുള്ള ആളുകളായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് കിട്ടുന്നതെന്നും അല്ലാതെ ഭൗതികമായ കാര്യങ്ങളിൽ നിന്നല്ല എന്നുള്ളതുമാണ്. നമ്മൾ മറ്റുള്ളവരോട് നല്ലൊരു ബന്ധം ഉണ്ടാവുകയും മനസ്സിൽ സമാധാനം ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ല സന്തോഷം കിട്ടുന്ന ആശയമാണ് ഇതിൽ നമ്മൾ ഒരു മെസ്സേജാണ് ഈ കഥയിലുള്ളത്. ഓക്കെ ഡിയേഴ്സ്, ഇപ്പോൾ നമുക്ക് കൂടുതൽ വിശദമായിട്ട് ഈ കാര്യങ്ങൾ, ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ, ഇപ്പോൾ എന്താണ് കഥയിലുള്ള ഈ കാര്യങ്ങൾ നമുക്ക് കാണാം. വി ക്യാൻ റീഡ് ദ ഫസ്റ്റ് പാരഗ്രാഫ്സ് ഓഫ് ദ സ്റ്റോറി. റെഡി ഡിയേഴ്സ്? കൂടെ വായിക്കണേ. റിവർ സരായ് വാസ് ദ പ്രൈഡ് ഓഫ് മാൽഗുഡി. ഇറ്റ് വാസ് 10 minutes walk ഫ്രം എലമൻ സ്ട്രീറ്റ്, ദ ലാസ്റ്റ് സ്ട്രീറ്റ് ഓഫ് ദ ടൗൺ, chiefly occupied by oil mongers. Its sandbanks were the evening resort of all the people of the town. The municipal resident took any distinguished visitor to the top of the town hall and proudly pointed to him Sarayu in moonlight, glistening like a silver belt across the north. The usual evening crowd was on the sands. Swaminathan and Mani sat aloof on a river step, with their legs dangling in water. The peepal branches overhanging the river rustled pleasantly. A light breeze played about the boughs and scattered stray leaves on the gliding stream below. Birds filled the air with their cries. Far away near Nalapa's mango grove, a little downstream, a herd of cattle was crossing the river, and then a country cart drawn by bullocks passed, the cartman humming a low tune. It was some 15 minutes past sunset, and there was a soft red in the west. The water runs very deep here, doesn't it? Mani asked. Yes, why? I'm going to bring Rajam here, bundle him up and throw him into the river. Rajam was a fresh arrival in the first year.
He had sauntered into the class on the reopening day of the second term, walked up to the last bench, sat beside Mani, and felt very comfortable indeed till Mani gave him a jab in the ribs, which he returned. He had impressed the whole class on the very first day. He was a newcomer. He dressed very well. He was the only boy in the class who wore socks and shoes, fur cap and tie, and a wonderful coat and knickers. He came to school in a car. As well as this, he proved to be a very good student too. There was a vague rumors that he had come from some English boys' school somewhere in Madras. He spoke very good English, exactly like a European, which meant that few in the school could make out what he said. Many of his classmates could not trust themselves to speak to him. They were fond of broken English, being small. Only Shankar, the genius of the class, had the courage to face him, though his English sounded halting and weak before that of Rajan. This Rajan was a rival to Mani. In his manner to Mani, he assumed a certain nonchalance to which Mani was not accustomed. If Mani jabbed, Rajam jabbed. If Mani clouted, he clouted. If Mani kicked, he kicked. If Mani was the overlord of the class, Rajam seemed to be nothing less. And add to all this the fact that Rajam was a regular 70%er, second only to Shankar. There were sure indications that Rajam was the new power in the class. Day by day, as Mani looked in, it was becoming increasingly clear that a new menace had appeared in his life. What this lay behind his decision on the river step to bundle up Rajam and throw him into the river. Swaminathan expressed a slight fear. You forget that his father is the police superintendent. Mani remained silent for a while and said, What do I care? Some night I am going to crack his shoulders with my clubs. If I were you, I would keep out of the way of the policemen. They are an awful lot, said Swaminathan. If you were me, ha! But thank God I am not you, a milk-toothed coward like you. Swaminathan bit his lips and sighed. And that reminds me, said the other. You are in need of a little warning. I find you hang about that Rajam a bit too much. Well, have a care for your limbs. That's all I can say. Swaminathan broke into loud protestations. Did Mani think that Swaminathan could respect anyone but him? Mani, the dear old friend and gauge? What made him think so? As far as Swaminathan could remember, he had never been within 3 yards of Rajam. Oh, how he hated him! That wild upstart. When had Mani seen him with Rajam? Oh yes, it must have been during the drawing period on Monday. It was Rajam who had come and talked to him in spite of the cold face that Swaminathan had turned to him. The devil had wanted a pencil sharpener, which he did not get, as he was promptly directed to go to a shop and buy it if he needed it so urgently. Oh, there was no comparison between Rajam and Mani. This pleased Mani greatly. For the first time that evening he laughed and laughed heartily too. He shook Swaminathan and gave such an affectionate twist to his ear that Swaminathan gave a long howl, and then suddenly asked, Did you bring the thing that I wanted? Oh Mani, I beg 100 pardons of you. My mother was all the time in the kitchen. I could not get it. It referred to lime pickles. You are a nasty little card. Oh, this your bank, and a fine evening. How splendid it would have been. Swaminathan was to act as a cord of communication between Rajam and Mani. They were sitting in the last bench with their backs against the yellow wall. Swaminathan sat between Rajam and Mani. Their books were before them on the desk, but their minds were busy. Mani wrote on a piece of paper, Are you a man?
and gave it to Swaminathan, who pushed it across to Rajam, putting on as offensive a look as possible. Rajam read it, crumbled it, and threw it away. At which Mani wrote another note repeating the question with an offensive addition. And Rajam returned the same amount of offense with his reply. For the progress was chopped. Swaminathan, stand up, said the teacher. Swaminathan stood up faithfully. What is Lisbon famous for? asked the teacher. Swaminathan hesitated and ventured. For being the capital of Spain. The teacher bit his mustache and fired a second question. What do you know about the Indian climate? It's hot in summer and cold in winter. Stand up on the bench, roared the teacher, and Swaminathan stood up without a protest. He was glad that he was given the supposedly degrading punishment instead of the cane. Yes, I think you must have read it and you got some idea. Who are the friends? ആരൊക്കെയാണ് ഇവിടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ആരൊക്കെയാണ് ഇവിടെ മെൻഷൻ ചെയ്ത ആളുകൾ ആരൊക്കെയാണ്? വേർ ഡിഡ് ദേ ലിവ്? എവിടെ താമസിച്ചിരുന്നത്? അതൊക്കെ നിങ്ങൾ ആലോചിക്കണ്ട, അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. ഹൂ വാസ് ദ ന്യൂ കമർ? ആരിൽ പുതിയ ആളാരാണ്? ഹൗ ഡിഡ് മണി ട്രീറ്റ് ഹിം? എങ്ങനെയാണ് മണിയെ ന്യൂ കമർ ട്രീറ്റ് ചെയ്തത്? ഹൗ ഡിഡ് രാജം റെസ്പോണ്ട്? അതിനോട് രാജ എങ്ങനെ റെസ്പോണ്ട് ചെയ്തത്? വൈ വാസ് സ്വാമി പണിഷ്ഡ് ബൈ ദ ടീച്ചർ? എന്തിനാണ് ടീച്ചർ സ്വാമിയെ പണിഷ് ചെയ്തത്? ഹൗ ഡി ഫീൽ ദൻ? എന്താ അവനപ്പോൾ തോന്നിയത്? ഒക്കെ നമുക്കറിയാം, ആലോചിച്ചാൽ കിട്ടും. നൗ ഡിയേഴ്സ്, ഹി വാസ് ഗ്ലാഡ് ദാറ്റ് ഹി വാസ് ഗിവൺ ദിസ് സപ്പോസ്ഡ്ലി ഡീഗ്രേഡിങ് പണിഷ്മെൻറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ദ കെയിൻ എന്ന് നാം പറയുന്നുണ്ട്. എൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവില്ല. അതായത് ചൂരലിന് പകരം, അതായത് ചൂരലുകൊണ്ട് അടിക്കുന്നതിന് പകരം വളരെ ചെറിയൊരു അപമാനകരമായ ഒരു ശിക്ഷയാണ് കിട്ടിയത് എന്നതിൽ അദ്ദേഹത്തിന് ഓനെന്ത് ചെയ്തു? നമ്മുടെ സ്വാമിക്ക് സന്തോഷം ഉണ്ടായെന്നാണ്. എന്തുകൊണ്ടാണ് അവന് ഗ്ലാഡാകാൻ കാരണം? ഉള്ള കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനുണ്ട്. സോ യു റീഡ് ദ പാരഗ്രാഫ്സ് അഗെയിൻ സൈലൻ്റ്ലി ആൻഡ് വി ക്യാൻ ലേൺ മോർ അബൌട്ട് ഇറ്റ്. വായിക്കണേ, മനസ്സിറ്റി വായിക്കണേ. Okay, there are 13 questions from that part. What was the major occupation of the people in Eng-lane Street? First question. How was River Sarayu in the moonlight? How is the evening at the river described here? Rajam had a heroic entry into the class. Discuss. How was the dress of Rajam different from that of others? Why were the boys not confident to speak to Rajam in English? How did Rajam turn out to be a power in the class and a rival to Mani? What was Swaminathan's fear when he was told about Mani's intentions? What Mani called Swaminathan for being afraid of police? Afraid of policemen. How splendid it would have been, according to Mani, what's missing in that fine evening. Why did Rajam and Mani need a code of communication between them? Who was it? What made the teacher call Swaminathan? What was the punishment Swami got from the teacher? Simple ആണ്, നിങ്ങൾക്ക് തന്നെ വായിച്ചാൽ മനസ്സിലാവും. ഒറ്റയ്ക്ക് എഴുതി നോക്കണം, മനസ്സിലാക്കിയിട്ട് ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ സീ ദ ആൻസേഴ്സ്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? എലമെൻറ്റ് സ്ട്രീറ്റിലെ ആളുകൾക്ക് ജോലി എന്നാണ്. അവർ ഓയിൽ കച്ചവടക്കാരായിരുന്നു. റിവർ സരായ് എങ്ങനെയാണ് മൂൺലൈറ്റിൽ സരായുന്നത് എങ്ങനെ തോന്നി എന്നാണ് ഞങ്ങൾക്കറിയാം. അതൊരു നോർത്തിന് കുറുകളിൽ ഒരു സിൽവർ ബെൽറ്റ് പോലെ, വെള്ളി ബെൽറ്റ് പോലെ തിളങ്ങി എന്നാണ് വേണ്ടത്. പിന്നെ എങ്ങനെയാണ് അവിടുത്തെ റിവർ ബാങ്കിന് വൈകുന്നേരം റിവറിൻ്റെ അടുത്ത് അന്നത്തെ വൈകുന്നേരം സന്ധ്യ എങ്ങനെയാണ്, അതായത് റിവറിൻ്റെ അടുത്തുള്ള സന്ധ്യ എങ്ങനെയാണ് വിശേഷിപ്പിച്ച് എന്താ പറയുക, നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് എന്നാണ്, വിശദീകരിച്ചിട്ടുള്ളത് എന്നാണ്, വിവരിച്ചിട്ടുള്ളത് എന്നാണ്. കൃത്യമായിട്ട് ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ അവിടുത്തെ സാൻഡ് ബാങ്കുകൾ, അവിടെയുള്ള എല്ലാ ആളുകൾക്കുള്ളൊരു എന്തായിരുന്നു ഉല്ലാസ കേന്ദ്രമായിരുന്നു വൈകുന്നേരം. പീപ്പൽ മരത്തിൻ്റെ ചെടികൾ, അതിൻ്റെ കൊമ്പുകൾ, പീപ്പലിൻ്റെ കൊമ്പുകൾ എന്ത് ചെയ്തിരുന്നു? ആ നദിയിലേക്ക് തൂങ്ങിക്കിടന്നിരുന്നു. അതെന്ത് ചെയ്തു? ആ കാറ്റടിക്കുമ്പോൾ നല്ല സന്തോഷകരമായ മർമര ശബ്ദം ഉണ്ടാക്കി. അതുപോലെ തന്നെ അവിടെ എപ്പോഴും പക്ഷികളുടെ കരച്ചിലായിരുന്നു അന്തരീക്ഷത്തിലൊന്നായിട്ട്. പടിഞ്ഞാറ് ഭാഗത്തുള്ള ആകാശം ചെറിയ ചുമപ്പ് കളറിലായിരുന്നു. ഇങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. രാജം ഹാഡ് എ ഹീറോയിക് എൻട്രി ഇൻ ടു ദ ക്ലാസ്. എന്താ അങ്ങനെ പറയാൻ കാരണം?
രാജം ഒരു വളരെ ധീരമായ ഒരു നായക രൂപത്തിലാണ് എത്തിയത് എന്ന് പറഞ്ഞ് ഗംഭീരമായിട്ടാണ് അവൻ്റെ വരവുണ്ടായതെന്ന് പറയാൻ കാരണം എന്താ? രാജം ഹാഡ് എ ഗ്രാൻഡ് എൻട്രി ഇൻ ടു ദ ക്ലാസ് ആസ് എ ന്യൂ കമ്മർ. ഹി ഹാഡ് ഇംപ്രസ് ദ ഹോൾ ക്ലാസ് വിത്ത് ഹിസ് യുണീക്ക് ഡ്രസ്സിങ് ആൻഡ് സ്റ്റൈൽ. മനസ്സിലായിട്ടോ നിങ്ങൾക്ക്? അവൻ്റെ പ്രത്യേകമായ ഡ്രസ്സും അവൻ്റെ ആ സ്റ്റൈലും കാരണം എല്ലാവരിലേക്കും അവനെ ആകർഷിച്ചു എന്നാണ്. He looked very confident and was bold enough to return a jab in his ribs on the first day itself. വളരെ ആത്മവിശ്വാസ രൂപത്തിലായിരുന്നു. മാത്രമല്ല ആദ്യ ദിവസം തന്നെ അവന് കിട്ടിയ അവൻ്റെ വാരിയലിൽ കിട്ടിയ അല്ലെങ്കിൽ വാരിയലിൽ കിട്ടിയ ഇടി തിരിച്ചു കൊടുക്കാൻ അവന് ധൈര്യം കാണിച്ചു എന്നുള്ളതാണ്. എങ്ങനെയായിരുന്നു രാജ്യത്തിൻ്റെ ഡ്രസ്സ് വ്യത്യസ്തമായിരുന്നത്? അവൻ മാത്രമായിരുന്നു ഷോക്സും ഷൂട്ട് വരുന്ന അല്ലെങ്കിൽ രോമത്തൊപ്പികളും അതുപോലെ ടൈയൊക്കെ ഇട്ട് വരുന്ന പിന്നെ ആകെ ഒരു കുട്ടി അവനായിരുന്നു. അറിയാലോ എന്തുകൊണ്ടാണ് പിന്നെ രാജ്യത്തിനോട് ഇംഗ്ലീഷ് സംസാരിക്കാൻ കുട്ടികൾക്ക് ധൈര്യമില്ലാതിരുന്നത്? കാരണം ഇവന് ഏതോ ഒരു ഇംഗ്ലീഷ് ബോയ്സ് സ്കൂളിൽ പഠിച്ചിട്ടാണ് വരുന്നത് എന്നുള്ള റൂമർ ഉണ്ടായിരുന്നു മദ്രാസിലുള്ള ഏതൊരു സ്കൂളിൽ നിന്ന്. അതുകൊണ്ട് തന്നെ വളരെ നല്ല യൂറോപ്യനെ പോലെ നല്ല ഇംഗ്ലീഷിലാണ് സംസാരിക്കുക. അത് ബാക്കിയുള്ള കുട്ടികൾക്ക് ഭൂരിഭാഗം കുട്ടികൾക്ക് മനസ്സിലാകുമായിരുന്നില്ല. അതുകൊണ്ടാണ് കുട്ടികൾക്ക് അവരോട് സംസാരിക്കാൻ ആത്മവിശ്വാസക്കുറവുണ്ടായിരുന്നത്. എങ്ങനെയാണ് രാജൻ ഒരു ക്ലാസ് ഒരു പവറായിട്ട് മാറിയത്, മണിൻ്റെ ശത്രുവായത്? രാജൻ വളരെ നല്ല കുട്ടിയായിരുന്നു. യൂറോപ്യന്മാരെ പോലെ സംസാരിച്ചു. എപ്പോഴും 70% മാർക്ക് ഉണ്ടാവാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെന്ത് ചെയ്തു? വളരെ ക്ലാസ്സിൽ വലിയൊരാളായിട്ട് അല്ലെങ്കിൽ ആ ക്ലാസ് കുട്ടികൾക്കൊരു ഹീറോ ആയിട്ട് മാറി. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഹീറോ മണിയാണ്. മണി എന്ത് ചെയ്തു? ഒരു തരം താഴ്ത്തപ്പെട്ടതുപോലെ തോന്നി. മാത്രമല്ല മണിനോട് ഇവനൊരു എന്താ പറയുക ഔചിത്യബോധമില്ലാത്ത അല്ലെങ്കിൽ അനൗചിത്യമുള്ള രൂപത്തിലുള്ള ഓനൊരു മൈൻഡ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് കാണിച്ചത്. അത് ആർക്കും പിന്നെ പരിചയം ഉണ്ടായിരുന്നില്ല, മണിക്ക് പരിചയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് റൈവലായിട്ട് മാറിയത്. സ്വാമിനാഥൻ്റെ പേടി എന്തായിരുന്നു? സ്വാമിനാഥൻ പറഞ്ഞത് എൻ്റെ അച്ഛന് പോലീസ് സൂപ്രണ്ടാണ്, അതുകൊണ്ട് സൂക്ഷിക്കണം രീതിയിലാണ് പറഞ്ഞത്. ഇനി എന്താണ് മണി സ്വാമിനാഥനെ വിളിച്ചത്? നിങ്ങൾക്കറിയാം, എ മിൽക്ക് ടൂത്ത് കവാഡ് എന്നാണ്. മിൽക്ക് ടൂത്തിഡ് കവാഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാൽപ്പല്ലുള്ള കുട്ടി എന്നാണ്, വളർച്ച എത്താത്ത ഭീരു എന്ന അർത്ഥം വരും. റെഡിയല്ലേ? അടുത്തത് കുട്ടിയായ ഭീരു എന്നൊക്കെ അർത്ഥം കൊടുക്കാം. ഹൗ സ്പ്ലെൻഡിഡ് ഇറ്റ് വുഡ് ഹാവ് ബീൻ അക്കോർഡിംഗ് ടു മണി, വാട്ട് ഈസ് മിസ്സിങ് ഇൻ ദാറ്റ് ഫൈൻ ഈവനിങ്. നമ്മുടെ മണി പറയുന്നത് എത്ര ഭംഗിയാകുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തോ ഒരു സാധനം ഇല്ലാത്തത് കൊണ്ടാണ് അത് പോയതെന്ന് പറയുന്നുണ്ട്. അതെന്താണത്? നമുക്ക് പറയാം. അത് നമ്മൾ വായിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ലൈം പിക്കിളാണ്, അച്ചാറാണ്. അതാണ് സ്വാമി കൊണ്ടുവരാൻ മറന്നത്. വൈഡ് രാജമാൻ മണി നീഡ് എ കോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദം. എന്തിനാ അവരുടെ അടുക്ക് ഒരു ചെറുട ആവശ്യമായിട്ട് വന്നിരുന്നത്? ആരാണ്? സ്വാമിനാഥൻ രണ്ടാളെ ഇറക്കായിരുന്നിരുന്നത്. അതുകൊണ്ട് സ്വാമിയാണ് അവർ തമ്മിലുള്ള സംഭാഷണത്തിലുള്ള ഒരു കയറായിട്ട് മാറിയത്, ചരടായിട്ട് മാറിയത്. എന്തിനാണ് ടീച്ചർ സ്വാമിയെ വിളിപ്പിച്ചത്? ടീച്ചർക്ക് മനസ്സിലായി സ്വാമി വാസ് നോട്ട് അറ്റൻറ്റീവ് ഇൻ ദ ക്ലാസ്. സ്വാമി ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ്. എന്താണ് കൊടുത്ത ശിക്ഷ? എന്താ? ബെഞ്ചിമേൽ കയറി നിൽക്കാനാണ്. ഇത്രയും കാര്യങ്ങൾ അറിയാലോ. Now dears, let us discuss the story in detail. River Sarai was the pride of Malgudi. Sarai എന്നത് മാൽഗുഡിയുടെ അഭിമാനമായിരുന്നു. മാൽഗുഡി ഒരു ഫിക്ഷണൽ ടൗണാണ്, നമുക്കറിയാതെ ഒരു സാങ്കല്പികമായ ടൗണാണ് അർക്കനാരായണതിൽ കാണുന്ന. ഇറ്റ് വാസ് 10 minutes വാക്ക് ഫ്രം എലമെൻറ്റ് സ്ട്രീറ്റ്. എലമെൻറ്റ് സ്ട്രീറ്റിൽ നിന്ന് 10 മിനിറ്റ് നടന്നാലാണ് എവിടെ എത്തുക? നമ്മുടെ നദിയിലേക്ക് എത്തുക. ദ ലാസ്റ്റ് സ്ട്രീറ്റ് ഓഫ് ദ ടൗൺ, ആ ടൗണിലെ ഏറ്റവും അവസാനത്തെ സ്ട്രീറ്റാണ് എലമെൻറ്റ് സ്ട്രീറ്റ്. ചീഫ്ലി ഒക്കുപ്പൈഡ് ബൈ ഓയിൽ മോങ്കേഴ്സ്. അവിടെ കൂടുതൽ ആളുകളും ഓയിൽ കച്ചവടക്കാരാണ്. ഇറ്റ് സാൻഡ് ബാങ്ക്സ് വേർ ദ ഈവനിങ് റിസോർട്ട് ഫോർ ഓൾ പീപ്പിൾ ഓഫ് ദ ടൗൺ. ടൗണിലെ എല്ലാ വിഭാഗം ആളുകൾക്കുള്ള ഉല്ലാസ കേന്ദ്രമായിരുന്നു ഏത്? അതിൻ്റെ സരായ് നദിൻ്റെ മണൽത്തിട്ടകൾ, തീരങ്ങൾ. ദ മുനിസിപ്പൽ റെസിഡൻറ്റ് ടുക്ക് എനി ഡിസ്റ്റിങ്ക്വിഷ്ഡ് വിസിറ്റർ ടു ദ ടോപ്പ് ഓഫ് ദ ടൗൺ ഹാൾ. അവിടെ ആരെങ്കിലും വളരെ വിശിഷ്ടരായ ആരെങ്കിലും സന്ദർശകർ വന്നാൽ മുനിസിപ്പൽ അധികാരി അദ്ദേഹത്തെ ടൗൺ ഹാളിൻ്റെ മുകളിലോട്ട് കൊണ്ടുപോവുകയും വളരെ അഭിമാനത്തോടു കൂടി സരായുവിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ നിലാവെളിച്ചത്തിൽ കാണുന്ന സരായ് നദിയിലേക്ക്. എങ്ങനെയാണ് കാണുക? ഗ്ലിസണിങ് ലൈക്ക് എ സിൽവർ ബെൽറ്റ് അക്രോസ് ദ നോർത്തിന് കുറുകെ ഒരു വെള്ളി ബെൽറ്റ് കെട്ടിയതുപോലെ വെട്ടിത്തിളങ്ങിയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. ഗ്ലിസൺ എന്ന് പറഞ്ഞാൽ തിളങ്ങുക എന്നാണ് നമുക്ക് കാണാം കേട്ടോ. ദ യൂഷ്വൽ ഈവനിങ് ക്രൗഡ് വാസ് ഓൺ ദ സാൻഡ്. ആ മണൽത്തിട്ടയിൽ ആരുണ്ടായിരുന്നു? സാധാരണ വരുന്ന ആ കൂട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ആളുകളുണ്ടായിരുന്നു. സ്വാമിനാഥൻ ആൻഡ് മണി സെറ്റ് അലൂഫ്. അലൂഫ് എന്ന് പറഞ്ഞാൽ ദൂരെ എന്നാണ് അർത്ഥം കാണാം നമുക്ക്.
ഓൺ ദ റിവർ സ്റ്റെപ്പ്, ഒരു റിവറിൻ്റെ സ്റ്റെപ്പുമ്മൽ ഒരു പടിയിൽ ഒരു കുറച്ച് ദൂരെ മറ്റുള്ള ആൾക്കാരിരിക്കുന്ന കുറച്ച് മാറിയിട്ടാണ് സ്വാമിയും മണിയിരുന്നത്. വിത്ത് ദെയർ ലെഗ്സ് ഡാംഗ്ലിങ് ഇൻ വാട്ടർ, കാല് താഴോട്ട് താത്തിയിട്ടിട്ടാണ് വെള്ളത്തിലേക്ക് താത്തിയിട്ടായിരിക്കുന്നത്. ദ പീപ്പിൾ ബ്രാഞ്ചസ് ഓവർഹാങ് ഇൻ ദ റിവർ റിസൾഡ് പ്ലസൻ്റ്ലി. പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു മരത്തിൻ്റെ പേരാണ്, അരയാൽ എന്നൊക്കെയാണ് മലയാളത്തിൽ കാണുന്നത്. അതിൻ്റെ ചില്ലകൾ പിന്നെ എങ്ങോട്ട് തൂങ്ങിക്കിടന്നിരുന്നു, പിന്നെ നദിയിലേക്ക് കിടന്നിരുന്നു. അത് വളരെ രസകരമായ രീതി സന്തോഷത്തോട് കൂടിയിട്ട് എന്ത് ചെയ്തു, മർമർ ശബ്ദം ഉണ്ടാക്കിയെന്നാണ്. എ ലൈറ്റ് ബ്രീസ് പ്ലേഡ് അബൌട്ട് ദ ബോസ് ആൻഡ് സ്കാറ്റർഡ് സ്ട്രേലിയസ് ഓൺ ദ ഗ്ലൈഡിങ് സ്ട്രീം ബിലോ. ഒരു ചെറിയൊരു മന്ദമാരുതൻ അവിടെ ഇങ്ങനെ കളിയാടിയിരുന്നു. പിന്നെ ഏതിന് ചുറ്റും അതിൻ്റെ കൊമ്പുകൾക്ക് ചുറ്റും, ബോ എന്ന് പറഞ്ഞാൽ ചില്ലകളാണ്, കൊമ്പുകളാണ് അറിയാലോ. എന്നിട്ട് അതെന്താ ചെയ്ത്, സ്കാറ്റർ സ്ട്രേലിയസ് അതിലിങ്ങനെ ആടിക്കളിക്കുന്ന ഇലകളെ എന്ത് ചെയ്തു, പിന്നെ ആ തെന്നി ഒഴുകുന്ന ഒഴുക്കിലേക്ക് എന്ത് ചെയ്തു, അതിനെ വീഴ്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ കാറ്റടിച്ചപ്പോൾ അതിലിങ്ങനെ അത് പിന്നെ ആ പരന്ന ഇലകൾ എന്ത് ചെയ്തു, എങ്ങോട്ട് വീണു, നമ്മുടെ നദിയിലേക്ക് വീണു എന്നേ അർത്ഥമുള്ളൂ, അറിയാലോ. ബേർഡ്സ് ഫിൽഡ് ദ എയർ വിത്ത് ദെയർ ക്രൈസ്. അന്തരീക്ഷത്തിൽ മൊത്തത്തിൽ ആരുടെ കരച്ചിലായിരുന്നു, നമ്മളെ പക്ഷികളുടെ കരച്ചിലായിരുന്നു. പിന്നെ ഫോർ അവേ നിയർ നലപ്പാസ് മാംഗോ ഗ്രൗ, നലപ്പാൻ്റെ മാംഗോ തോട്ടത്തിൻ്റെ അടുത്ത്, എ ലിറ്റിൽ ഡൗൺ സ്ട്രീം താഴത്തുള്ള ഒരു പിന്നെ ഒരു താഴ്ഭാഗത്തായിട്ട് കുറച്ച് താഴെയായിട്ട്, എ ഹാഡ് ഓഫ് കാറ്റിൽ വാസ് ക്രോസിങ് ദ റിവർ, ഒരു കന്നുകാലിക്കൂട്ടം എന്ത് ചെയ്യായിരുന്നു, ആ റിവർ മുറിച്ച് കിടക്കുകയായിരുന്നു. ആൻഡ് ദെൻ എ കൺട്രി കാർട്ട് ഡ്രോൺ ബൈ ബുള്ളക്ക് പാസ്റ്റ്, കാളകൾ വലിക്കുന്ന ഒരു നാടൻ ഒരു പിന്നെ കാളവണ്ടി എന്ത് ചെയ്തു, അതിലെ കടന്നുപോയി. അപ്പോൾ അതിലുണ്ടായിരുന്ന ആൾ ഹമ്മിങ് എ ലോ ട്യൂൺ, ഒരു ചെറിയ മൂളിപ്പാട്ടും പാടിയിട്ടാണ് അത് ഓട്ടിക്കുന്ന ആൾ അല്ലെങ്കിൽ അതിൽ ആൾ ഇരുന്നിരുന്നത്. ഇറ്റ് വാസ് സം 15 minutes പാസ് സൺസെറ്റ്, ഇപ്പോൾ സൂര്യാസ്തമയം കഴിഞ്ഞിട്ട് 15 മിനിറ്റ് കഴിഞ്ഞു. ആൻഡ് ദർ വാസ് എ സോഫ്റ്റ് റെഡ് ഇൻ ദ വെസ്റ്റ്, പടിഞ്ഞാറിൽ എന്തുണ്ടായിരുന്നു, ചെറിയ ഒരു ചുവപ്പ് നിറം ഉണ്ടായിരുന്നു, ഒക്കെ നമുക്കറിയുന്നതാണ്. ദ വാട്ടർ റൺസ് വെരി ഡീപ്പ് ഹിയർ, ശ്രദ്ധിക്കണേ നല്ല, നമ്മൾ ആ സംസാരക്കാര്യത്തിലേക്ക് പോവുകയാണ്. മണി നമ്മുടെ സ്വാമിനോട് ചോദിക്കുകയാണ്, ഇവിടെ വളരെ ആഴത്തിലാണ് വെള്ളം പോകുന്നതില്ലേ, വെള്ളം ഒഴുകുന്നതില്ലേ. അതിൽ പിന്നെ ഒരു പറയണം, ഐ എം ഗോയിങ് ടു ബ്രിങ് രാജം ഹിയർ. എന്തിനാണെന്ന് വെച്ചു മണി പറഞ്ഞപ്പോൾ സ്വാമി ചോദിക്കുകയാണ്, എന്തിനാണ് അങ്ങനെ ചോദിച്ചതെന്നുള്ള ചോദിക്കുന്നത്. അപ്പോൾ പറയാണ്, ഞാൻ രാജ്യത്തെ ഇങ്ങോട്ട് കൊണ്ടുവരും, ബണ്ടിൽ ഹിം, ഓനെ ചുറ്റി കൂട്ടിയിട്ട് എന്ത് ചെയ്യും, ഐ ത്രോ ഹിം ഇൻ ടു ദ റിവർ, ഞാൻ അവനെ എങ്ങോട്ട് വലിച്ചെറിയും, പുഴയിലേക്ക് വലിച്ചെറിയും. രാജൻ വാസ് എ ഫ്രഷ് അറൈവൽ ഇൻ ഫസ്റ്റ് ഇയർ. ആരായി രാജം, ഓന് ഒന്നിയാൽ പുതിയതായിട്ട് വന്ന ഒരു കുട്ടിയാണ്. ഹി ഹാഡ് സ്വാൻഡേഡ് ഇൻ ടു ദ ക്ലാസ്സിലേക്ക് ഇങ്ങനെ വളരെ ഇഷറോട് കൂടി, അതായത് വളരെ അലസമായിട്ടാണ് നടന്നു വന്നത്. റീ ഓപ്പണിംഗ് ഡേ ഓഫ് ദ സെക്കൻഡ് ടേം, രണ്ടാം ടേമിൽ സ്കൂൾ തുറന്ന സമയത്താണ് വന്നത്. പിന്നെ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത, വാക്ക് അപ്പ് ദ ലാസ്റ്റ് ബെഞ്ചോ, നേരെ ലാസ്റ്റ് ബെഞ്ചിലേക്കാണ് പോയത്. എന്നിട്ട് സാറ്റ് ബിസൈഡ് മണിൻ്റെ അടുത്തായിരുന്നത്. ആൻഡ് ഫെൽറ്റ് വെരി കംഫർട്ടബിൾ, അവിടെ ഇരിക്കാൻ വളരെ സുഖപ്രദമായിട്ടാണ് തോന്നിയത്, ബുദ്ധിമുട്ടൊന്നും ചെയ്യാത്ത രീതിയിലാണ് തോന്നിയത്. ഇൻഡീഡ് ടിൽ മണി ഗേവ് ഹിം എ ജാബ് ഇൻ ദ റിബ്സ്, തീർച്ചയായിട്ടും ഏതുവരെ തോന്നിയത്, ആ മണി ഓൻ എന്ത് ചെയ്തപ്പോഴാണ്, ഓൻ്റെ വാരിയലിൽ ഒരു അടി അല്ലെങ്കിൽ കുത്ത് കൊടുക്കുന്നത് വരെയാണ്. പക്ഷേ എന്ത് ചെയ്തു, രാജ അപ്പം തന്നെ വിചേറിയിട്ടുണ്ട്, തിരിച്ചും കൊടുത്തു, മണിക്ക് കൊടുത്തു. ഹി ഹാഡ് ഇംപ്രസ് ദ ഹോൾ ക്ലാസ് ഓൺ ദ വെരി ഫസ്റ്റ് ക്ലാസ് തന്നെ എല്ലാവരെയും അവനിലേക്ക് ആകർഷിച്ചിരുന്നു. നല്ല മതിപ്പുണ്ടായിട്ടുണ്ട് അവനെ കുറിച്ചിട്ട്. ഹി വാസ് എ ന്യൂ കമർ, ഹി ഡ്രസ്ഡ് വെരി വെൽ, അവൻ പുതിയ ആളാണ്, നല്ല രൂപത്തിൽ ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഹി വാസ് ദി ഓൺലി ബോയ് ഇൻ ദ ക്ലാസ് ഹു വാസ് സോക്സ് ആൻഡ് ഷൂസ്, ഇതൊക്കെ ധരിക്കുന്ന ആകളുടെ കുട്ടി അവനാണ്. ഫർ ക്യാപ്പ് ആൻഡ് ടൈ, രോമത്തൊപ്പിയും ടൈയും. ആൻഡ് എ വണ്ടർഫുൾ കോട്ട് ആൻഡ് നിക്കേഴ്സ്, കോട്ടും നിക്കറും ഒക്കെ ധരിക്കുന്ന ഒരേ ഒരു കുട്ടി അവനാണ്. ഈ കെയിം ടു സ്കൂൾ ഇൻ എ കാറിലാണ് സ്കൂളിൽ വന്നത്. ആസ് വെൽ ആസ് ദിസ്, ഇതിനെപ്പോലെ തന്നെ ഓൻ എന്ത് ചെയ്യും, നല്ല കുട്ടിയാണെന്ന് ഓൻ തെളിയിച്ചു. പിന്നെ ദർ വാസ് വീഗ് റൂമേഴ്സ് ദാറ്റ് ഹി ഹാഡ് കം ഫ്രം സം ഇംഗ്ലീഷ് ബോയ്സ് സ്കൂൾ സംവെയർ ഇൻ മദ്രാസിലെ എവിടെയുള്ള പിന്നെ ആൺകുട്ടികൾക്ക് വേണ്ടി ഇംഗ്ലീഷ് സ്കൂളിൽ നിന്നാണോ വന്നത് എന്നുള്ള അവ്യക്തമായ ചില ഊഹാഭോഹങ്ങളുണ്ട്. വൈഗ് അവ്യക്തമായ എന്നാണ്, റൂമർ ഊഹാഭോഹമാണ്. ഈ സ്പോക്ക് വെരി ഗുഡ് ഇംഗ്ലീഷ്, അവൻ്റെ ഇംഗ്ലീഷ് എങ്ങനെയെന്ന് പറഞ്ഞാൽ നല്ല ഇംഗ്ലീഷായിരുന്നു. എക്സാക്ട്ലി ലൈക്ക് എ യൂറോപ്യൻ, യഥാർത്ഥ യൂറോപ്യൻ്റെ മാതിരിയാണ്.
വിച്ച് മെൻ ദാറ്റ് ഫ്യൂ ഇൻ ദ സ്കൂൾ കുഡ് മേക്ക് ഔട്ട്. സ്കൂളിലെ ഏതാനും കുറച്ച് ആൾക്കാർക്ക് അവൻ ഇംഗ്ലീഷ് മനസ്സിലാകുമായിരുന്നുള്ളൂ. വാട്ട് ഈസ് അലോൺ പറയുന്നത് മനസ്സിലാകുമായിരുന്നുള്ളൂ. മെനി ഓഫ് ഹിസ് ക്ലാസ്മേറ്റ്സ് കുഡ് നോട്ട് ട്രസ്റ്റ് ദംസെൽഫ് ടു സ്പീക്ക് ടു ഹിം. അവൻ്റെ ക്ലാസ്സിലെ പല കുട്ടികൾക്കും മോനോട് സംസാരിക്കാനുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. ദർ ഫണ്ട് ഓഫ് ബ്രോക്കൺ ഇംഗ്ലീഷ് ബീങ് സ്മോൾ. അവർ ഇംഗ്ലീഷിലുള്ള അത് വളരെ കുറവായിരുന്നു, ചെറുതായിരുന്നു. ഓൺലി ശങ്കർ ദ ജീനിയസ് ഓഫ് ദ ക്ലാസ്. ശങ്കർ ആ ക്ലാസ്സിലെ പ്രതിഭയാണ്. അവന് മാത്രം ഹാഡ് ദ കറേജ് ടു ഫേസ് ഹിം. അവനോട് സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നത്. ദോ ഹിസ് ഇംഗ്ലീഷ് സൗണ്ടിന് ഹോൾട്ടിങ് ആൻഡ് വീക്ക് ബിഫോർ ദാറ്റ് ഓഫ് രാജം. രാജത്തിൻ്റെ മുമ്പിൽ സംസാരിക്കുമ്പോൾ ശങ്കറിൻ്റെ ഇംഗ്ലീഷ് പോലും പലപ്പോഴും മുറിയുകയും അതുപോലെ ദുർബലമായിട്ടാണ് തോന്നിയത്. ദിസ് രാജം വാസ് എ റൈവൽ ടു മണി. ഈ രാജം മണിയുടെ എതിരാളിയായി. ഇൻ ഹിസ് മാനർ ടു മണി ഹി അസ്യൂംഡ് എ സർട്ടൺ നോൺ ചാലൻസ്. പിന്നെ നമ്മുടെ മണിയോടുള്ള രാജ്യത്തിൻ്റെ ആ ഒരു പെരുമാറ്റത്തിൽ ഒരു അവഗണന, എന്താ പറയുക, ഒരു അനൗചിത്യം പോലെ എന്ത് ചെയ്തു ഓൻ തോന്നിച്ചു, കാണിച്ചു. റെഡിയല്ലേ? വിച്ച് മണി വാസ് നോട്ട് അക്കസ്റ്റംഡ്. അതുവരെ അങ്ങനൊരു കാര്യം അതങ്ങാതെ എല്ലാ ആൾക്കാരും നല്ല രൂപത്തിലാണ് മണിയെ കാണുക. പക്ഷേ ഇവനത് ചെയ്തപ്പം ഇത് മണിക്ക് പരിചയം ഉണ്ടായിരുന്നില്ല. നോട്ട് അക്കസ്റ്റംഡ് പറഞ്ഞാൽ മണിക്ക് പരിചയം ഉണ്ടായിരുന്നില്ല. ഇഫ് മണി ജാബിഡ് രാജം ജാബിഡ്. മണി അവനെ ഇടിച്ചാൽ ഓനും തിരിച്ചടിക്കും. അടിക്കുക എന്നൊക്കെ പറയാം കേട്ടോ. ഇഫ് മണി ക്ലൗട്ടിഡ്, മുഷിട്ട് ഇരിച്ചാലോ പിന്നെ ഈ ക്ലൗഡ് ഓണും തിരിച്ചിടിക്കും. ഇഫ് മണി കിക്കഡ്, മണി ചവിട്ടിയാൽ രാജും ചവിട്ടും. ഇഫ് മണി വാസ് ഓവർലോഡ് ഓഫ് ദ ക്ലാസ് രാജ സീംഡ് ടു ബി നത്തിങ് ലെസ്. മണി ആ ക്ലാസ്സിൽ തിളങ്ങുന്നൊരവസ്ഥ ഉണ്ടായാൽ പിന്നെ നമ്മുടെ രാജു ഒരിക്കലും അതിൻ്റെ താഴെ ആവില്ല. ആൻഡ് ആഡ് ടു ഓൾ ദീസ് ദ ഫാക്ട് ദാറ്റ് രാജൻ വാസ് എ റെഗുലർ 70%. ഇതിലൊക്കെ ഉപരിയായിട്ട് ഇതിനൊക്കെ ചേർക്കേണ്ടത് എന്താണ്? അവന് എപ്പോഴും 70% മാർക്ക് കിട്ടുന്ന ആളാണ്. സെക്കൻഡ് ഓൺലി ടു ശങ്കർ. ശങ്കറിൻ്റെ നേരെ താഴെയാണ്. There were sure indicators that രാജം വാസ് എ ന്യൂ പവർ ഇൻ ദ ക്ലാസ്. അവന് ക്ലാസ്സിലൊരു പുതിയ ശക്തിയായുള്ള സൂചനകളുണ്ടായിരുന്നു. ഡേ ബൈ ഡേസ് മണി ലുക്ക്ഡ് ഇൻ. ഓരോ ദിവസം കഴിയുന്തോറും മണി ആലോചിക്കുമ്പോൾ എന്താണ് തോന്നിയത്? ഇറ്റ് വാസ് ബിക്കമിങ് ഇൻക്രീസിംഗ്ലി ക്ലിയർ ദാറ്റ്, അവന് ബോധ്യപ്പെട്ടു എന്ത്? എ ന്യൂ മെനസ് ഹാഡ് അപ്പിയർഡ് ഇൻ ഹിസ് ലൈഫ്. അവൻ്റെ ജീവിതത്തിൽ ഒരു ഭീഷണി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അവന് തോന്നി. All this lay behind his decision on the river stem to bundle up Rajam and throw him into the river. ഈ കാര്യങ്ങളൊക്കെ കാരണമാണ് ഇങ്ങനെ തീരുമാനത്തിലേക്ക് അവൻ എത്തിയത്, രാജത്തെ ചുറ്റിക്കൂട്ടിയിട്ടിലേക്ക് എറിയാന്നുള്ളത്. സ്വാമിനാഥൻ എക്സ്പ്രസ്ഡ് എ സ്ലൈറ്റ് ഫിയർ. ഇപ്പോൾ സ്വാമി ഒരു ചെറിയൊരു പേടിയാണ് അവിടെ ഓന് പിന്നെ പ്രകടിപ്പിക്കുന്നത്. യു ഫോഗറ്റ് ദാറ്റ് ഹിസ് ഫാദർ ഈസ് ദ പോലീസ് സൂപ്രണ്ട്. ഓൻ പറയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അച്ഛനാരാന്നറിയോ? പോലീസ് സൂപ്രണ്ടാണെന്ന് പറഞ്ഞു. മണി റിമൈൻ സൈലൻറ്റ് ഫോർ എ വൈൽ. കുറച്ച് നേരം ഉണ്ടാകുന്നു. ആൻഡ് സെഡ് വാട്ട് ഡു ഐ കെയർ. എന്തിനാ ശ്രദ്ധിക്കാതൊക്കെ നോക്കണേ? സം നൈറ്റ് ഐ ആം ഗോയിങ് ടു ക്രാക്ക് ഹിസ് ഷോൾഡേഴ്സ് വിത്ത് മൈ ക്ലബ്. ഒരു രാത്രി അല്ലെങ്കിൽ ഒരു രാത്രി എന്ത് ചെയ്യും ഞാൻ? എൻ്റെ വടികൾ ഉപയോഗിച്ചിട്ട് അവൻ്റെ തോളലുകൾ ഞാൻ എന്ത് പൊട്ടിക്കാൻ പോവാണ്. റെഡിയല്ലേ? ശ്രദ്ധിക്കണേ. ഗ്ലിസൺ എന്ന് പറഞ്ഞാൽ ബി ഷൈനി എന്നാണ്, തിളങ്ങുക എന്നാണ്. അലൂഫ് എന്ന് പറഞ്ഞാൽ ദൂരെ എന്നാണ്. സോണ്ടർ എന്ന് പറഞ്ഞ വാക്കിൽ ഇഷർലി എന്നാണ്. നോൺ ചലൻസ് എന്ന ട്രൈറ്റ് ഓഫ് റിമൈൻ കാം ആൻഡ് സീമിങ് നോട്ട് കെയർ, അവഗണന, അശ്രദ്ധ ഒക്കെയാണത്. ക്ലൗട്ട് എന്ന് പറഞ്ഞാൽ സ്ട്രൈക്ക് ആട്, മുഷ്ടി ചുറ്റിയിട്ട് ഇടിക്കുന്നതിനാണ്. മെനസ്സെന്ന് പറഞ്ഞാൽ ഭീഷണി എന്നാണ്. നാസ്റ്റി അവിടെ വൃത്തികെട്ട എന്നാണ്. റെഡിയാണല്ലോ? നൗ സി, ഇഫ് ഐ വെർ യു ഐ വുഡ് കീപ്പ് ഔട്ട് ഓഫ് ദ വേ ഓഫ് പോലീസ്മെൻ. സ്വാമി പറയാണ്, നിനക്ക് പറ ഞാനായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? പോലീസുകാരെ വഴിയിൽ നിന്ന് മാറിക്കായിരുന്നു. ദേ ആർ അൻ ഓഫുൾ ലോട്ട്. അവർ പേടിപ്പെടുത്തുന്നൊരു കൂട്ടരാണ്, വിഭാഗമാണ്. ഒരു പിന്നെ വസ്തുക്കളാണ്, സെൻസ് വരും, ആളുകളാണ്, വളരെ റൂഡായ ആളുകളാണ്. സട്ട് സ്വാമിനാഥൻ, സ്വാമി അത് പറഞ്ഞത്. ഇഫ് യു വർ മീ ബട്ട് താങ്ക് ഗോഡ്. ഞാൻ ഇതാണെങ്കിൽ ഇപ്പം പറഞ്ഞല്ലോ, അത് തിരിച്ച് പറയാണ്. പിന്നെ ഞാൻ നിന്നെപ്പോലെയാണെങ്കിൽ പക്ഷേ ദൈവത്തിന് നന്ദി, ഞാൻ ജല്ല എ മിൽക്ക് ടൂത്ത് ഖവാണിലയക്കും. നിന്നെപ്പോലെ കുട്ടിയത്തുള്ള ഒരു ഭീരു അല്ല. സ്വാമിനാഥൻ ബീറ്റ് സ്ലിപ്പ് ആൻഡ് സൈഡ്. ചുണ്ടിങ്ങനെ കടിച്ചിട്ട് ഒന്ന് നടുവേർപ്പിട്ടു. ആൻഡ് ദാറ്റ് റിമൈൻഡ് മീ. മണിയ സംസാരിക്കുന്നത് എന്നെ ഓർമ്മിപ്പിക്കുന്നത്. പിന്നെ സഡ് ദി അതർ എന്ന് പറഞ്ഞാൽ മണിയ സംസാരിക്കാൻ തുടങ്ങിയത്. യു ആർ ഇൻ നീഡ് ഓഫ് ലിറ്റിൽ വാർണിംഗ്. എനിക്ക് ചെറിയ ഒരു മുന്നറിയിപ്പ് നൽകേണ്ടതുണ്ട്. ഐ ഫൈൻഡ് യു ഹാങ് അബൌട്ട് ദാറ്റ് രാജം എ ബിറ്റ് ടു മച്ച്. നീ പലപ്പോഴും ആ രാജ്യത്തെക്കുറിച്ച് ഇങ്ങനെ ഓവറായിട്ട് വല്ലാതെ ചുറ്റിപ്പറ്റിക്കുന്നത് അല്ലെങ്കിൽ കൂടുതലായി ചിന്തിക്കുന്നത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. വെൽ, ഹാവ് എ കെയർ ഫോർ യുവർ ലിംസ്. എൻ്റെ കൈകാലുകൾ ഒക്കെ നീ എന്ത് ചെയ്താലോ ശ്രദ്ധിച്ചോ.
ദാറ്റ്സ് ഓൾ ഐ ക്യാൻ സേ, അതാണ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു. ഇപ്പം സ്വാമി എന്താ ചെയ്തത്? അപ്പം സ്വാമിനാഥൻ ബ്രോക്ക് ഇൻ ടു ലൗഡ് പ്രൊട്ടസ്റ്റേഷൻ. സ്വാമി ഇവിടെ ഉച്ചത്തിൽ പ്രതിഷേധിച്ചു. ഡിഡ് മണി തിങ്ക് ദാറ്റ് സ്വാമിനാഥൻ കുഡ് റെസ്പെക്ട് എനിവൺ ബട്ട് ഹിം? അവിടെ ബട്ട് അല്ലാതെ എന്നാണ്. മണിയല്ലാതെ മറ്റാരെങ്കിലും ബഹുമാനിക്കാൻ കഴിയുന്ന സ്വാമി പിന്നെ മണി ചിന്തിക്കുന്നുണ്ടോ? മണി ദ ഡിയർ ഓൾഡ് ഫ്രണ്ട് ആൻഡ് ഗൈഡ്. ആരാ മണി? അവൻ്റെ പഴയ സുഹൃത്തും അതുപോലെ തന്നെ അവൻ്റെ മാർഗദർശനം കൊടുക്കുന്ന ആളുമാണ്. വാട്ട് മെയ്ഡ് ഹിം തിങ്ക് സോ? എന്താണ് അവനെ കൊണ്ട് ചിന്തിപ്പിച്ചിട്ടുണ്ടാവുക? ആസ് ഫാർ ആസ് സ്വാമിനാഥൻ കുഡ് റിമെമ്പർ, സ്വാമി ആലോചിച്ചിടത്തോളം, ഹി ഹാഡ് നെവർ ബീൻ വിത്തിൻ 3 yards ഓഫ് രാജൻ. രാജ്യത്തിൻ്റെ 3 വാരം അടുത്ത് പോലും പോയിട്ടില്ല. ഓ ഹൗ ഹി ഹേറ്റഡ് ഹിം, അനന്ത് വെറുപ്പാണ്. ദാറ്റ് വൈൽ അപ്സ്റ്റാർട്ട്, അല്പനായ പിന്നെ നീചനായ അല്പൻ എന്നൊക്കെയാണ് വാക്കിൻ്റെ അർത്ഥം വരിക. റെഡിയാണ്, നമുക്ക് കാണാം. തണ്ടുള്ള ആൾ എന്നൊക്കെയാണ് അപ്സ്റ്റാർട്ടിനർത്ഥം. അഹങ്കാരി എന്നൊക്കെ സെൻസാണ്. വൻ ഹാഡ് മണി സീം ഹിം വിത്ത് രാജം. എപ്പോഴാണ് മണി സ്വാമിനെ രാജ്യത്തിൻ്റെ ഒപ്പം കണ്ടത്? ഓ യെസ്, ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ ഡ്യൂറിങ് ദ ഡ്രോയിങ് പീരീഡ് ഓൺ മൺഡേ ഡ്രോയിങ് പീരീഡ് ആവാനാണ് സാധ്യത. ഇറ്റ് വാസ് രാജം ഹു ഹാഡ് കം ആൻഡ് ടോക്ക് ടു ഹിം ഇൻ സ്പൈറ്റ് ഓഫ് ദ കോൾഡ് ഫേസ് ദാറ്റ് സ്വാമിനാഥൻ ഹാഡ് ടേൺ ടു ഹിം. സ്വാമിനാഥന് താല്പര്യമില്ലാത്ത മുഖം കാണിച്ചെങ്കിലും നമ്മുടെ രാജാണ് അവൻ്റെ അടുത്ത് വന്നിട്ട് അവനോട് എന്ത് ചെയ്ത് സംസാരിച്ചത്. ദ ഡെവിൽ ഹാഡ് വാണ്ട് എ പെൻസിൽ ഷാർപ്പർ. എന്തായിരുന്നു രാജ്യത്തിന് വേണ്ടത്? ഒരു പെൻസിൽ കൂർപ്പിക്കുന്ന സാധനമാണ്. വിച്ച് ഹി ഡിഡ് നോട്ട് ഗെറ്റ്. അവന് കിട്ടിയില്ല. ആസ് ഹി വാസ് പ്രോംപ്റ്റ്ലി ഡയറക്റ്റഡ് ടു ഗോ ടു എ ഷോപ്പ്. അപ്പോൾ അവനോട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറഞ്ഞു? ആ ഷോപ്പ് പോയി വാങ്ങിക്കോ എന്ന് പറഞ്ഞു. ഇഫ് ഹി നീഡ് സോ അർജൻറ്റ്, അത്ര അർജൻറ്റായിട്ട് ആവശ്യമുണ്ടെങ്കിൽ. ഓ ദർ വാസ് നോ കമ്പാരിസൺ ബിറ്റ്വീൻ രാജും മണി തമ്മിൽ യാതൊരു താരതമ്യമില്ല. റെഡിയല്ലേ? ദിസ് പ്ലീസ്ഡ് മണി ഗ്രേറ്റ്ലി. ഇത് കേട്ട മണിക്ക് ഭയങ്കര സന്തോഷമായി. ഫോർ ദ ഫസ്റ്റ് ടൈം ദാറ്റ് ഈവനിങ് ഹി ലോഫ്ഡ് ആൻഡ് ലോഫ്ഡ് ഹാർട്ടിലി ടു. ആദ്യമായിട്ട് അന്ന് വൈകുന്നേരം അവൻ എന്ത് ചെയ്തു? പൊട്ടിച്ചിരിച്ചുകൊണ്ടേയിരുന്നു. ഹി ഷുക്ക് സ്വാമിനാഥൻ ആൻഡ് ഗേവ് സച്ച് എൻ അഫക്റ്റേഷ്. നമ്മുടെ സ്വാമിനാഥന് എന്ത് ചെയ്തു? കൈ കൊടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? ആൻഡ് ഗേവ് സച്ച് എൻ അഫക്ഷനേറ്റ് ടു ഹിസ് ഇയർ. അവൻ്റെ ചെവിയിൽ വാത്സല്യത്തോടു കൂടി ഒന്ന് പിടിച്ച് തിരിച്ചു. ഏതുവരെ? ദാറ്റ് സ്വാമിനാഥൻ ഗേവ് എ ലോങ് ഹൗൾ. അവന് വേദനയായിട്ടുണ്ടാവാൻ ചിലപ്പം. എന്തായാലും അവന് പിന്നെ നമ്മുടെ സ്വാമി നീട്ടി എന്ത് ചെയ്ത് കരഞ്ഞു. അതുവരെ ചെവി പിടിച്ചു. ആൻഡ് ദെൻ സഡൻലി ആസ്ക്, പെട്ടെന്ന് ചോദിച്ചു, ഡിഡ് യു ബ്രിങ് ദ തിങ് ദാറ്റ് ഐ വാണ്ടഡ്? ഞാൻ പറഞ്ഞ സാധനം കൊണ്ടുവന്നോ? ഓ മണി, ഐ ബെഗ് 100 pardons ഓഫ് യു. അപ്പം പറയണം കൊണ്ടുവരാൻ മറന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് ഞാനൊരു 100 കണക്കിന് മാപ്പ് ചോദിക്കുകയാണ്. എൻ്റെ അമ്മ എപ്പോഴും കിച്ചണിലുണ്ടായിരുന്നു, അതുകൊണ്ട് അത് എടുക്കാൻ പറ്റിയില്ല. ഇവിടെ ഇറ്റ് എന്ന് പറഞ്ഞ ലൈം പിക്കിൾസാണ്, ചെറുനാരങ്ങ അച്ചാറാണ്. യു ആർ എ നാസി ലിറ്റിൽ കവേർഡ്. വൃത്തിയായിട്ട് ആരാണ് ചെയ്യുക? ബീരുവാണ്. ദിസ് റിവർ ബാങ്ക് ആൻഡ് എ ഫൈൻ ഈവനിങ്, ഹൗ സ്പ്ലെൻഡിഡ് ഇറ്റ് വുഡ് ഹാവ് ബീൻ. റെഡിയാണല്ലോ? എത്ര സുന്ദരമായതാണ് റിവർ ബാങ്ക്. നല്ല പിന്നെ ഏതാണ്? നല്ല വൈകുന്നേരമാണ്. ഹൗ സ്പ്ലെൻഡിഡ് ഇറ്റ് വുഡ് ഹാവ് ബീൻ. അച്ചാറും കൂടി ഉണ്ടെങ്കിൽ എത്ര ഉജ്ജ്വലമാകുമായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. സ്വാമിനാഥൻ വാസ് ടു ആക്ട് ആസ് എ കോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ രാജം ആൻഡ് മണി. രാജത്തിൻ്റെയും മണിൻ്റെ ഇടയ്ക്ക് ഒരു ആശ്രമത്തിലുള്ള കാറായിട്ടാണ് സ്വാമി പലപ്പോഴും പ്രവർത്തിച്ചിരുന്നത്. ദേ വേർ സിറ്റിംഗ് ഇൻ ദ ലാസ്റ്റ് ബെഞ്ച്. അവസാനത്തെ ബെഞ്ചുമായിരിക്കുന്നത്. വിത്ത് ദർ ബാക്സ് അഗെയിൻസ്റ്റ് ദി യെല്ലോ വാൾ. അവരുടെ ബാക്ക് ഭാഗം നേരെ ഏറ്റവും ബാക്കിൽ ബെഞ്ചാകും. ബാക്കിൽ വാളാണല്ലോ, ചുമര ഉണ്ടാവുക, മഞ്ഞ ചുമരാണ്. അതിന് നേരെ തിരിച്ചാണ് ഓൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക? പിന്നെ അവർ ഇരുന്നിരുന്നത്. റെഡിയല്ലേ? സ്വാമിനാഥൻ മനസ്സിലായല്ലോ അത്. അതായത് പിന്നെ രാജും മണിയും സ്വാമി ഇരുന്നിരുന്നത് അവസാനത്തെ ബെഞ്ചമ്മലാണ്. അതുപോലെ തൊട്ട് ബാക്കിൽ മഞ്ഞ പെയിൻ്റ് അടിച്ച ഏതാണ്? ആ ചുമരാണ്. സ്വാമിനാഥൻ രാജ്യത്തിൻ്റെയും അതുപോലെ തന്നെ മണിൻ്റെ അടുക്കായിരുന്നത്. ദർ ബുക്സ് ഫർ ബിഫോർ ദം. എല്ലായിടത്തും പുസ്തകം ഡെസ്കുമിൽ ഉണ്ടായിരുന്നു. ബട്ട് ദർ മൈൻഡ്സ് ഫർ ബിസി. മനസ്സ് വളരെ ബിസി ആയിരുന്നു. മണി റോട്ട് ഓൺ എ പീസ് ഓഫ് പേപ്പർ. മണി ഒരു കഷ്ണം പേപ്പർ എടുത്തിട്ട് അതിലെഴുതി ആർ എ മാൻ എന്നെഴുതി. ഇത് മനുഷ്യനാണോ എന്നാണ് നമുക്കറിയാലോ. ആൻഡ് ഗേവ് ടു സ്വാമിനാഥന് കൊടുത്തു. ഹു പുഷ്ഡ് ഇറ്റ് അക്രോസ് ടു രാജം. അത് നേരെ അങ്ങോട്ട് നീക്കി കൊടുത്തു, ആ രാജ്യത്തിന് നീക്കി കൊടുത്തു. പുട്ടിങ് ഓൺ ആൻ ഒഫൻസീവ് ലുക്ക് ആസ് പോസിബിൾ. മുഖത്ത് ഒരു ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ദേഷ്യമുള്ള രൂപത്തിലുള്ള ഒരു ഭാവമൊക്കെ വരുത്തിയിട്ടാണ് ചെയ്യുന്നത്. രാജം റെഡി. രാജം വായിച്ചിട്ട് ക്രംബിൾഡ് ഇറ്റ്, അങ്ങനെ ചുറ്റി കൂട്ടിയിട്ട് ആൻഡ് ത്രൂ ഇറ്റ് അവേ, അതെന്ത് ചെയ്തു? ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അറ്റ് വിച്ച് മണി റോട്ട് അനദർ നോട്ട് റിപ്പീറ്റിംഗ് ദ ക്വസ്റ്റ്യൻ. വീണ്ടും എന്ത് ചെയ്തു? വേറെ നോട്ട് എഴുതി. അതിൽ അതേ ചോദ്യം റിപ്പീറ്റ് ചെയ്ത് വിത്ത് ആൻ ഒഫൻസീവ് അഡിഷൻ, കൂടുതൽ മോശമായ പദങ്ങൾ കൂടി ചേർത്തിട്ട്.
ആൻഡ് രാജ്യം റിട്ടേൺ ദ സെയിം എമൗണ്ട് ഓഫ് ഒഫൻസ് വിത്ത് ഈസ് റിപ്പ്. മറുപടിയിൽ അത്ര തന്നെ ഒഫൻസ് ആരും ഭാഗത്തുനിന്നുണ്ടായി, രാജ്യത്തിൻ്റെ ഭാഗത്തുണ്ടായി. ഫർദർ പ്രോഗ്രസ് വാസ് സ്റ്റോപ്പ്ഡ്. ഇനി ഈ പരിപാടി മുമ്പോട്ട് പോകുന്നത് തടസ്സപ്പെട്ടു. എന്താ കാരണം? സ്വാമിനാഥൻ സ്റ്റാൻഡപ്പ്, സ്വാമി എണീക്ക് എന്ന് പറഞ്ഞു. ആരാ? ടീച്ചർ പറഞ്ഞു. സ്വാമിനാഥൻ സ്റ്റുഡ് അപ്പ് ഫെയ്ത്ത്ഫുള്ളി, വളരെ വിശ്വസ്തയോട് കൂടി എണീറ്റ് നിന്നു. വാട്ട്സ് ലിസ്ബൺ ഫേമസ് ഫോർ? ആസ് ടീച്ചർ. ടീച്ചർ ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം? എന്തിനാണ് ലിസ്ബൺ പ്രസിദ്ധമായതെന്നാണ്. സ്വാമിനാഥൻ ഹെസിറ്റേറ്റ്, ആദ്യം ഒന്ന് മടിച്ചതിന് ശേഷം, സന്ദേഹിച്ചതിന് ശേഷം പിന്നെ പറഞ്ഞു, പ്രയാസപ്പെട്ട് പറഞ്ഞു, വെഞ്ചേർഡ് ഫോർ ബീങ് ദ ക്യാപിറ്റൽ ഓഫ് സ്പെയിൻ, സ്പെയിൻ്റെ തലസ്ഥാനമായിട്ടെന്ന് പറഞ്ഞു. ദ ടീച്ചർ ബീറ്റ് ഹിസ് മാസ്റ്റേഴ്സ്. ടീച്ചർ തൻ്റെ മുടി ഇങ്ങനെ പിന്നെ മീശ ഇങ്ങനെ എന്ത് ചെയ്തു, ഒന്ന് മീശ ഇങ്ങനെ കടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കടിച്ചിട്ട് എന്ത് ചെയ്തു, ഫയർഡ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം ചോദിച്ചു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു. എന്താണത്? വാട്ട് യു തിങ്ക് അബൌട്ട് ദി ഇന്ത്യൻ ക്ലൈമറ്റ്? ഇന്ത്യൻ കാലാവസ്ഥയെക്കുറിച്ച് എന്താ എനിക്ക് പറയുള്ളൂ ചോദിച്ചു. അതിൽ ഇറ്റ് ഈസ് ഹോട്ട് ഇൻ സമ്മർ ആൻഡ് കോൾഡ് ഇൻ വിൻ്റർ. മഴക്കാലത്ത് വേനൽക്കാലത്ത് ചൂടാണ്, തണുപ്പ് കാലത്ത് തണുപ്പാണ്. സ്റ്റാൻഡ് അപ്പ് ഓൺ ദ ബെഞ്ച്. ഇപ്പോൾ അതൊക്കെ ഇൻസൾട്ട് ചെയ്യാൻ തോന്നിയുണ്ടായിരിക്കണം. പെട്ടെന്ന് എണീറ്റിക്കാൻ പറഞ്ഞു. റോ ദ ടീച്ചർ. ടീച്ചർ അറിയിക്കൊണ്ട് പറഞ്ഞു, സാറ് പറഞ്ഞു. ദ സ്വാമിനാഥൻ സ്റ്റുഡ് അപ്പ് വിത്തൗട്ട് എ പ്രൊട്ടസ്റ്റ്. ഒരു പ്രതിഷേധമില്ലാതെ സ്വാമിയോടെ കയറിയിരുന്നു. ഹി വാസ് ഗ്ലാഡ് ദാറ്റ് ഹി വാസ് ഗിവൺ ദി സപ്പോസ്ഡ്ലി ഡീഗ്രേഡിങ് പണിഷ്മെൻറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ദ കെയിൻ. ചോറിലുകൊണ്ട് അടിക്കുന്നതിന് പകരം ഇങ്ങനെ മോശമാക്കുന്ന പിന്നെ ഒരു പണിഷ്മെൻറ്റ് കിട്ടിയതിൽ എന്തായി ഓന, അത് മോശമാക്കുന്ന ഒരു പണിഷ്മെൻറ്റാണ് കിട്ടിയത്. അത് ഏതിന് പകരമാണ്? കെയിന് പകരമാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഓൻ എന്തായി, വളരെ സന്തോഷത്തിലായി. സംഗതി മനസ്സിലായിട്ടുണ്ടാവുന്ന തോന്നുന്നു. അതായത് ഓൻ അടി കിട്ടുന്നത് പേടിയാണ്. അതേസമയത്ത് ബെഞ്ചിമേ കയറി നിൽക്കാനുള്ള കാര്യം നമുക്കറിയാം, അത് മോശമായൊരു സംഗതിയാണ്, അഭിമാനപ്രശ്നം ഉണ്ടാക്കുന്ന സംഗതിയാണ്. പക്ഷേ അടി കിട്ടാതെ അങ്ങ് നിർത്തിയതിൽ ഓൻ എന്ത് തോന്നി? ഒരു ആശ്വാസം തോന്നി എന്നാണ് അതിൻ്റെ അർത്ഥം. റെഡിയല്ലേ? ഓക്കെ ഡിയേഴ്സ്, ഈ ഭാഗത്തുള്ള വാക്കുകൾ ഓഫുൾ, പേടിപ്പെടുത്തുന്നതാണ്. ലോട്ട് എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ അസോസിയേഷൻ പീപ്പിൾ ഓർ ഗ്രൂപ്പ് ഓവർ സർക്കംസ്റ്റൻസിസ് ഓർ കണ്ടീഷൻ ലൈഫ് എന്നാണ്. ഒരു പിന്നെ അൺഒഫീഷ്യലായ ഒരു കൂട്ടായ്മ എന്നൊക്കെ അർത്ഥമുണ്ട്. ലിംബ് എന്ന് പറഞ്ഞാൽ ആം ആൻഡ് ലെഗ് ഓഫ് എ പേഴ്സൺ, കൈക്കാലുകളാണ്. വൈൽ എന്ന് പറഞ്ഞാൽ നീചനായ എന്നാണ്. അബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ അല്പനെന്നോ സെൻസ് ആവര. അതേപോലെ വെഞ്ചർ എന്ന് പറഞ്ഞാൽ പ്രയാസപ്പെട്ട് പറയുക എന്നാണ് വെഞ്ചറിൻ്റെ. അതൊക്കെ നമ്മൾ ചർച്ചയിൽ വന്നതല്ലേ? ഓക്കെ ആണല്ലോ? നൗ ഡിയേഴ്സ്, സീ ദ സമ്മറി ഓഫ് ദിസ് പാർട്ട്. Swami and Mani sat on the banks of the Sarayu river discussing a classmate named Rajam, who Mani wished to throw into the river. It became clear that Rajam was known in the school as a rival to Mani due to his fearlessness, intelligence and wealth. Rajam's father was a police superintendent. Swami insisted that he supported Mani more than everyone else. When they return to school, Swami begins acting as a code of communication between for the two rivals. Okay dears, now പ്രൊഫൈലാണ്, നമുക്ക് പരിചയമുള്ളതാണ്. നോക്കി ചോദ്യം പോസ്റ്റ് ചെയ്തുകൊണ്ട് എഴുതിയെടുക്കുക. അതിന് ശേഷം ഉത്തരം കാണാം. Now dears, hope you have learned what we have discussed. Thank you for watching. Meet you again. Till then, goodbye.